ഇത് നമ്മുടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ആണ്. സാധാരണ ബയോഗ്യാസ് കാണുന്ന പോലെയല്ല, ഇത് കാണാൻ കുറച്ചൊരു വ്യത്യാസമുണ്ട് അല്ലേ. അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സൈഡിലൊരു വാട്ടർ ജാക്കറ്റ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരു പ്രശ്നം ഇതിനില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൊതുകിൻ്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ചെറിയൊരു സ്പേസിൽ നമുക്ക് വീടിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ വേണമെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ വരെ നമുക്കിത് കുഴിച്ചിടാൻ പറ്റും. നിങ്ങളൊരു വീട് പണി തുടങ്ങുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭൂമിൻ്റെ അടിയിൽ തന്നെ നമുക്കിത് കുഴിച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ മാൻഹോൾ മാത്രമേ മുകളിലുണ്ടാവുള്ളൂ. ഭാവിയിൽ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരികയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മാൻഹോൾ തുറന്നിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിന് കൂടെ തന്നെ നമുക്ക് ഗ്യാസ് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് വേസ്റ്റിൽ നിന്നും നമുക്ക് ബയോഗ്യാസ് ഉണ്ടായിട്ട് കിട്ടും. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയുള്ള സിംഗിൾ ബേണർ സ്റ്റവ് ഉണ്ട്, അതുവഴി നമുക്ക് വീടുകളിലേക്ക് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് ഫൈബർ റെയിൻഫോഴ്സ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഫുഡ് വേസ്റ്റ് ഇതിൽ കൊണ്ടിടേണ്ട മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. ഇതിൽ കാണുന്ന സ്ലറി, നമ്മൾ ഇതിൻ്റെ ഡൈജഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ഈ ഒരു ടാങ്കിൽ കളക്ഷൻ ആവും. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഓവർഫ്ലോ ചെടികളിലേക്ക് പോകും. ഈ ഭാഗത്താണ് വേസ്റ്റ് ഇടുന്നത്. അതിനുള്ളിലാണ് ഡൈജഷൻ നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്ടീരിയ ഉണ്ട്, anaerobic ബാക്ടീരിയ എന്ന പേര്. ഈ ബാക്ടീരിയ നമ്മൾ ഫുഡ് വേസ്റ്റിനെ ഡൈജഷൻ ചെയ്തിട്ട് അതിൻ്റെ ലിക്വിഡും പിന്നെ അതിൻ്റെ വേസ്റ്റിനെ നമ്മൾ ഗ്യാസ് ആക്കിയിട്ട് മാറ്റും. ആ ഗ്യാസാണ് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ നിന്ന് വരുന്ന മാനുവർ ഞാൻ പറഞ്ഞില്ലേ, മാനുവർ നമുക്ക് ചെടികൾക്കൊക്കെ നല്ല വളമാണ്. NPK കണ്ടിട്ട് നല്ല കൂടുതലായിട്ടുള്ള നല്ല വളമാണ്. അതുകൊണ്ട് തന്നെ വേറെ പുറത്തുനിന്ന് നിങ്ങൾ വളമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് തുറന്ന് കൊടുക്കുക. പിന്നെ നമ്മളെ സ്റ്റൗവ് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള ഗ്യാസ് നിന്ന് കിട്ടും. പിന്നെ വേസ്റ്റ് ഇടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വേസ്റ്റാണ് ഇടേണ്ടത്. അതിൻ്റെ കൂടെ ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളം ഒഴിക്കണം. സ്റ്റൗവ് കത്തുന്നതാണിത്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ. പല വലുപ്പത്തിൽ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 കിലോ മുതൽ ഓൾമോസ്റ്റ് 200 കിലോ വരെയുള്ള വലിയ മെക്കനൈസ്ഡ് യൂണിറ്റ് നമ്മളുടെ അടുത്തുണ്ട്. കൂടുതൽ അറിയുന്ന നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറാം, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ നമ്പർ കൊടുക്കാം.